ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചിക്കൻ വരട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അതിനായി ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ കൊച്ചുള്ളിയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയും സവാളയായിട്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സവാള നന്നായിട്ട് വരുന്നതിന് ശേഷം സവാളയുടെ പകുതി വേവാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കഴുകി വച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് ചിക്കനുമായിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വീണ്ടും വേവിക്കേണ്ടതുണ്ട്. ചിക്കൻ വേവിക്കാനായിട്ട് എപ്പോഴും അടി കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അലുമിനിയത്തിലെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എന്തിലാണെങ്കിലോ അതിലാണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് ചിക്കൻ്റെ പകുതി വേവാകുമ്പോഴേക്കും അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല. ചിക്കൻ വെന്ത് പകുതിയാകുമ്പോഴാണ് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർക്കാറില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചേർക്കത്തുള്ളൂ. അതും നന്നായി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വീണ്ടും വേവിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് അത് വീണ്ടും ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ വേവുന്നത് പകുതി സവാള വെന്തപ്പോഴാണ് നമ്മൾ ചിക്കൻ ഇട്ടത്. ചിക്കൻ പകുതി വെന്തപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള മസാലക്കൂട്ട് ചേർക്കണം. അതിലേക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് മൂന്നുമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൽ കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടെയാണ് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതിനാൽ 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് ഗരം മസാല, 3 സ്പൂണ് മല്ലിപ്പൊടി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവാണ് എടുക്കുന്നത്, 3 സ്പൂൺ വീതം. ഗരം മസാല മാത്രം 2 സ്പൂണ് ചേർക്കുന്നുള്ളൂ. ഈ അളവിലാണ് ഞാനെപ്പോഴും ചിക്കൻ കറിക്ക് എടുക്കാറുള്ളത്. അത് നന്നായി എണ്ണയിലൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ച് എണ്ണയിൽ വറുത്തെടുക്കേണ്ടതുണ്ട്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ചുവയായിരിക്കും കറിക്ക്. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കളറ് മാറി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. എന്നിട്ടിത് വീണ്ടും ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വച്ച് വീണ്ടും വേവിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്ത മസാലയും അതിലുപയോഗിച്ച എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് മസാല പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വച്ചിട്ട് വേണം ചിക്കൻ ഇറക്കി വയ്ക്കാനായിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ മസാല ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് മസാലകളൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും അടച്ച് വെച്ചൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം മെസ്സേജിലൂടെ പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പാണ്. നല്ല ചിക്കൻ പെരട്ടാണിത്. ഞാൻ